ഇന്നും ബാലലീലകളിലെ ഒരു ഭാഗമാണ് കേട്ടോ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. നമ്മുടെ ഭഗവാന്റെ ഒരുപാട് കുറുമ്പുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് കേട്ടോ ഇന്നും ഒരു കുറുമ്പാണ് ഭഗവാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് സന്ധ്യാവുന്ന സമയത്ത് യശോദാമ്മ രണ്ട് കുട്ടികളെയും മേലൊക്കെ കഴുകിയിട്ട് നാമം ചൊല്ലാനായിട്ട് വിളിച്ചുകൊണ്ട് വരിക. അപ്പൊ അന്നാണെങ്കിലോ യശോദാമ്മ പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പാൽപ്പായസേ നേദിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുക. അപ്പൊ അത് കൊണ്ടുവന്നിട്ട് വിളക്കിന്റെ മുൻപിലായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടു ദൂരെ നിന്ന് തന്നെ ഭഗവാൻ. അങ്ങനെ വേഗം ഓടി വന്നിട്ട് ഈ പായസത്തിൽ നിന്ന് അത്യാവശ്യം എടുത്ത് കുടിച്ചു കേട്ടോ. നേദിയൊന്നും കഴിഞ്ഞിട്ടില്ല, അപ്പോഴേക്കും എടുത്ത് കുടിച്ചു കഴിഞ്ഞിട്ടാണ് ഓർമ്മ വന്നത്, ഇനിയിപ്പോ അമ്മ വന്നിട്ട് വഴക്ക് എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് വിചാരിച്ചു. അപ്പൊ അവിടെ വിളക്കിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ വിളക്കിന്റെ മുന്നേയും പരിചയമുണ്ട്. നിന്നെ ഞാനന്ന് ഊതിക്കെടുത്തിയ വിളക്കല്ലേ, നീ പിണങ്ങിപ്പോയ വിളക്കല്ലേ എൻ്റെ വിളക്കേ എന്ന് പറഞ്ഞിട്ട് ആ വിളക്കിനെ എടുത്തിട്ട് ആ ബാക്കിയില്ല കുറച്ച് പായസം എടുത്തിട്ട് പിന്നെയും വിളക്കിൽ ഒഴിച്ചു കേട്ടോ. അപ്പൊ ആ വിളക്കിന്റെയും തിരികെട്ടു. അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യാ, വേഗം അമ്മേനെ വിളിച്ചു. അമ്മേ ഒന്നിങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ വേഗം വന്നു കേട്ടോ. ഇനിയിപ്പോ ഇന്ന് എന്താണാവോ ചെയ്തു വെച്ചിരിക്കണേന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പോ വിളക്കിലെ തിരി കെട്ടുപോയിട്ടുണ്ട്. അപ്പൊ മനസ്സിലായി എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ എന്താ ചെയ്തുണ്ടെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അമ്മ ഈ വിളക്ക് കഴിഞ്ഞ ദിവസം പിണങ്ങി പോയതല്ലേ, അപ്പൊ അതിന്റെ പിണക്കം മാറ്റാനായിട്ട് അതിന് എന്തെങ്കിലും സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പായസം എടുത്തിട്ട് അതിന് കുടിക്കാൻ കൊടുത്തു. അതിൽ ഒഴിച്ചു വെച്ചിരിക്കുകയാണേ. അപ്പൊ വിളക്കാണെങ്കിലോ വയറ് നിറയെ പായസം കുടിച്ചിട്ട് അത് മയങ്ങിപ്പോയി എന്ന് പറഞ്ഞു. മയങ്ങിപ്പോയി എന്നാൽ അത് ഉറങ്ങിപ്പോയി, അത് കെട്ടുപോയി എന്നാ പറയണത്. യശോദാമ്മയ്ക്ക് മനസ്സിലായിട്ടോ എന്താ ചെയ്തിരിക്കണേന്ന്. ഭഗവാനാണ് എടുത്ത് കുടിച്ചതെന്നുള്ളതും മനഃപൂർവ്വമാണ് ഈ വിളക്കിൽ ഒഴിച്ചിട്ട് അത് കെടുത്തി എന്നുള്ളതും യശോദാമ്മയ്ക്ക് നന്നായി മനസ്സിലായി. അപ്പൊ പിന്നെ ഇനി എന്താ ചെയ്യാ, പിന്നെയും വേറെ ആ വിളക്ക് മാറ്റിയിട്ട് വേറെ വിളക്ക് വെച്ചിട്ട് കത്തിക്കണം. ഇനിയിപ്പോൾ പായസമൊന്നും ഇല്ല, അതൊക്കെ കഴിഞ്ഞിരിക്കുന്നു, ഭഗവാൻ തന്നെ എടുത്ത് കുടിച്ചിരിക്കുന്നു, വയറ് നിറച്ചിരിക്കുന്നു. അങ്ങനെയാണ് ഇടയ്ക്കുള്ള ഇങ്ങനെ ദിവസങ്ങളിൽ കുറുമ്പായിട്ട് കാണിക്കുക. ഇതൊക്കെ ചില ദിവസങ്ങളിലാണ് കേട്ടോ. ചില ദിവസങ്ങളിലാണെങ്കിൽ പൂജാമറിയും പൂജയൊക്കെ വലിയ ഇഷ്ടമാണ്. ഇങ്ങനെ മണിയൊക്കെ അടിച്ചിട്ട് നല്ല രസമായിട്ട് രാധാരമണ മുകുന്തിയൊക്കെ ചൊല്ലും, കർപ്പൂരമൊക്കെ ഒഴിഞ്ഞിട്ട് ആരതിയൊക്കെ ഒഴിഞ്ഞിട്ട് അത്രയും കേമന. ചില ദിവസമാണെങ്കിലോ ഇതേപോലെ എന്തെങ്കിലും കുറുമ്പുകളും കാണിച്ചു വെക്കും. ഈ കുറുമ്പുകളൊന്നും അവസാനിക്കില്ല, ഇത് ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും.